എപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാറേ മാത്സ് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം, മാത്സ് എങ്ങനെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാം, പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോൾ മാത്സ് എല്ലാം മറന്നു പോകുന്നു, ചോദ്യം കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല, ബാക്കി സബ്ജക്റ്റുകൾ ഓക്കെയാണ്, മാത്സ് ആണ് ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത്, എന്ത് ചെയ്യുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു വാക്ക്, അത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ നിങ്ങൾ റിവിഷൻ ചെയ്യാത്തതാണ്. റിവിഷൻ്റെ കുറവാണ് മാത്സിൽ നിങ്ങളെ പിന്നോട്ടാക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് മാർക്ക് പോകുന്നത് ഒരു ചോദ്യം കാണുമ്പം ആ ചോദ്യം തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇത് ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ, ഇത് ഏത് ടൈപ്പ് ചോദ്യമായിരുന്നു, എത്രാമത്തെ ടൈപ്പായിരുന്നു എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നോട്ട്ബുക്കിൽ അധ്യാപകർ പഠിപ്പിക്കുന്ന നോട്ടും പരീക്ഷയ്ക്ക് വന്ന ചോദ്യവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്തിൻ്റെ കുറവാ? അത് റിവിഷന്റെ കുറവാ. മക്കളെ, നമ്മൾ എല്ലാവരും മറന്നു പോകും. മറവി നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യമാണ്. അപ്പോൾ ഒരു തവണയല്ല, പലതവണ റിവിഷൻ ചെയ്താലേ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം നോട്ടിൽ തന്ന ചോദ്യമാണല്ലോ, ടൈപ്പ് 5 ആണല്ലോ, അല്ലെങ്കിൽ ടൈപ്പ് 6 ആണല്ലോ, ടൈപ്പ് 7 ആണല്ലോ, ഇത് ഇങ്ങനെയല്ലേ ചെയ്യുന്നത്, ഇത്തരം ചോദ്യം ഡീൽ ചെയ്യേണ്ട രീതി ഇതല്ലേ, ഇതിന് ഷോർട്ട് കട്ട് ഇതാണല്ലോ എന്നോർത്ത് ചെയ്യുന്നേ. എപ്പോഴും ഓർക്കുക, നമുക്ക് പരീക്ഷയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ കണ്ട് പരിചയിച്ച ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരണം. അല്ലാതെ ഒരു പുതിയ ചോദ്യം വേഗം പരീക്ഷയ്ക്ക് കയറി വന്നാൽ നമ്മൾ അവിടെ സമയം കളയും. ഒത്തിരി സമയം കളഞ്ഞ് ഒരു മാർക്ക് മേടിക്കുന്നതിനേക്കാൾ നല്ലത് ആ മാർക്ക് നമുക്ക് കിട്ടാത്തതാണ്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാം ചെയ്യുക എന്നുള്ളതല്ല ബുദ്ധിപരമായ നീക്കം. ചില ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യാനുള്ളതാണെങ്കിൽ സ്കിപ്പ് ചെയ്യണം. അപ്പം നമ്മുടെ പരിധിയിൽ നിൽക്കില്ല, നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ചോദ്യമാണ്, ഞാൻ സ്ഥിരം ചെയ്യുന്ന ചോദ്യം അല്ലിത്, ഇതൊരു പുതിയ ചോദ്യമാണെന്ന് തോന്നിയാൽ ഏറ്റവും നല്ല ബുദ്ധി അതിൽ സമയം കളയാതെ വേഗം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പം മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത കുട്ടികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരേ ഒരു കുറവേ നിങ്ങൾക്കുള്ളൂ. നിങ്ങളുടെ കുറവ് റിവിഷൻ ഇല്ലായ്മയാണ്. റിവിഷൻ സെറ്റായാൽ മാത്സ് സെറ്റാകും, 100% ഗ്യാരണ്ടിയാണ്. ഇനി വൃത്തിയായിട്ട് മാത്സിന്റെ നോട്ട് വേണം, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. അങ്ങനെ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാപ്പൻസ് ലേണിംഗ് സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യുക. ഇതിൽ പ്ലേലിസ്റ്റ് എടുക്കുക. പ്ലേലിസ്റ്റിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന പരീക്ഷ ഏതാണോ അതിന് നിങ്ങൾക്ക് ആവശ്യമായ പ്ലേലിസ്റ്റ് അവിടെയുണ്ട്. അതിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം അതിൽ ആ ഭാഗത്തു നിന്ന് പരീക്ഷ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് മാത്സ് ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതൊരു വഴിത്തിരിവായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ടാറ്റാ.